നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് കറിവേപ്പില കൊണ്ടുവന്ന് 6 മാസം വരെ ഫ്രഷ് ആയിട്ട് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്കപ്പോഴും നാട്ടിൽ പോകുമ്പം ഇതുപോലെ കറിവേപ്പില കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു 5-6 മാസം വരെ നമുക്ക് നല്ല പോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മൾ കറിവേപ്പില വാങ്ങുമ്പം നിറയെ വിഷമൊക്കെ അടിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കറിവേപ്പില ഒരില പോലും നഷ്ടപ്പെടാതാണ് കേട്ടോ ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആദ്യത്തെ രീതി ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലുകളിൽ നേക്ക വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരാഴ്ചത്തേക്ക് നമുക്ക് എത്ര കറിവേപ്പില വേണോ അത് തണ്ടോട് കൂടി ഇതിലേക്ക് ഇട്ട് വെക്കും. 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇതിൽ വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ. ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഈ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കറിവേപ്പില വെച്ചിട്ട് കിച്ചൺ കൗണ്ടറിലാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട. ഫ്രഷ് ആയിട്ട് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. 2 ദിവസം കൂടുമ്പം വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കരുത്. അടുത്തത് നമുക്ക് ഒരു 5-6 മാസം വരെ കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തണ്ടായിട്ട് കറിവേപ്പില ഇതുപോലെ അടർത്തി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അടർത്തിയെടുത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചീത്തയായ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊടിയും പ്രാണിയും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ഈ കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് എടുത്തപ്പം ഇതുപോലെ കുറച്ച് കറിവേപ്പിലയൊക്കെ അടർന്ന് വീണായിരുന്നു കേട്ടോ. അതുപോലും ഞാൻ കളയുന്നില്ല. ഇതും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരില പോലും വേസ്റ്റ് ആക്കാതാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ ഇരുന്ന് വീണ കറിവേപ്പിലയെല്ലാം ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് പൊതുവെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത വൃത്തിയായിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കറിവേപ്പിലയിൽ വെള്ളത്തിൻ്റെയൊക്കെ അംശമുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ഏകദേശം ഒരു 2-3 ആഴ്ച വരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും. ഇതുപോലെ ചെറിയൊരു ടിഷ്യൂ പേപ്പർ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കറിവേപ്പില ഇട്ട് അടച്ച് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഏകദേശം എനിക്കിതൊരു 2-3 ആഴ്ച വരെ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ലാസ്റ്റ് ഇല എടുക്കുന്നത് വരേക്കും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം അന്നേരം തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ട് അന്നേരം തന്നെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചിരകിയെടുത്ത തേങ്ങ 6 മാസം വരെ ഫ്രഷ് ആയിട്ട് അതും കട്ട കെട്ടാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതായിരുന്നു. അത്യാവശ്യം ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റെസ്പോണ്ട് തന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാനായിട്ട് മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5-6 മാസം വരെ ഫ്രഷ് ആയിട്ട് കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് വാഴയിലയാണ്. പിന്നെ നമുക്ക് സിപ്ലോക്ക് ബാഗും വേണം. വാഴയില ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. വൃത്തിയുള്ള വാഴയിലയിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത വാഴയിലയിലേക്ക് നമ്മൾ നേരത്തെ അടർത്തി വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ഇതിൽ നനവുള്ളതോ അല്ലെങ്കിൽ അഴുകിയതായിട്ടുള്ള ഇലകളൊന്നും പാടില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ മാത്രമേ വെക്കാവൂ. ചെറിയ ബാച്ചുകളാക്കി എടുത്ത് ഈ ഒരു രീതിയിൽ മടക്കി വെക്കണം. 2 സൈഡ് നമ്മൾ ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ എയർ കയറാത്ത രീതിയിൽ വേണം നമ്മൾ മടക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഒരു 4-5 ബാച്ച് മടക്കിയെടുക്കാം. ഇതുപോലെ 2 സൈഡും ഉള്ളിലേക്കാക്കി മടക്കി ഒട്ടും തന്നെ എയർ കയറാത്ത രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ 2-3 ബാച്ചും കൂടെ നമുക്ക് മടക്കിയെടുക്കണം. വാഴയിലയിൽ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുകയാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാലും നമ്മുടെ കറിവേപ്പില ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ കാലങ്ങളോളം ഈ ഒരു രീതിയിലാണ് കേട്ടോ കറിവേപ്പില സ്റ്റോർ ചെയ്യുന്നത്. എപ്പം നാട്ടിൽ പോയാലും ഇതുപോലെ കുറേ കറിവേപ്പില കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ വാഴയിലയിൽ മടക്കി സിപ്ലോ ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ 2-3 ബാച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി സിപ്ലോക്ക് ബാഗിലേക്ക് ഈ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന വാഴയിലയുടെ ബാച്ചുകളുണ്ടല്ലോ വെച്ച് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ എയർ ഇല്ലാത്ത രീതിയിൽ ഈ ബാഗ് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഫ്രീസറിലല്ല. ഇങ്ങനെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ ഞാൻ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ട്രേ ഉണ്ടല്ലോ നമ്മൾ മിൽക്കും തൈരും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അവിടെയാണ് കേട്ടോ ഈ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ ആദ്യം നമ്മൾ കിച്ചൺ കൗണ്ടറിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ അത് തീർന്നതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന കറിവേപ്പില ഉപയോഗിക്കും. അത് തീർന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ബാച്ചിലെ കറിവേപ്പില എടുക്കുന്നത്. എടുക്കുന്ന സമയത്ത് ഒരു ബാച്ചിലുള്ള കറിവേപ്പില മൊത്തമായിട്ട് എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആക്കി വെക്കും കേട്ടോ. എല്ലാം ഒരുമിച്ചെടുക്കാറില്ല. ഒരു ബാച്ചിലത് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഈ ഒരു സിപ്ലോക്ക് ബാഗിൽ നിന്ന് എടുക്കാറുള്ളൂ.
ഒരുമിച്ചെല്ലാം കൂടെ നമ്മൾ സിപ്ലോ ബാഗിൽ ഇട്ട് വെക്കുമ്പം കൂടെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് ഈ ഒരു കറിവേപ്പില എടുക്കുമ്പം പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും കേട്ടോ. അതേസമയം ഈ ഒരു രീതിയിൽ ചെറിയ ബാച്ചുകളായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 മാസം വരെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ രീതി ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ രീതിയിൽ ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ടിഷ്യൂ പേപ്പർ ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാഴയിലയിൽ ചെയ്തതുപോലെ തന്നെ ചെറിയ ബാച്ചുകളാക്കി കറിവേപ്പില ഇതിലേക്ക് വെച്ച് മടക്കി സിപ്ലോ ബാഗിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിലും നമുക്ക് 6 മാസം വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പം കറിവേപ്പില എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, മൊത്തമായിട്ടെടുത്ത് ഉപയോഗിക്കാതെ ഒരു ബാച്ച് എടുത്ത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് തീർന്നതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് എടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലം കറിവേപ്പില ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഈ 2 രീതിയിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് കുറേ കൂടുതൽ കാലം ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് വാഴയിലയിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.